മൈ വേ ബൈ കല്യാണി. മൈ വേ ബൈ കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണിയുടെ ഷോർട്ടുകളാണ് മെയിനായിട്ട്. അവർ ഈ വസ്ത്രങ്ങളുടെയും ഈ കോസ്മെറ്റിക്സിൻ്റെയൊക്കെ പ്രൊമോഷനാണ്. ഈ കണ്ണി കണ്ട ക്രീമൊക്കെ 24 മണിക്കൂറും വാരി തേച്ച് ഇതാ ഇങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിച്ചു, ധൈര്യമായിട്ട് ഉപയോഗിച്ചു, ഞാനാണ് പറയണത് എന്നുള്ളതാണ് അവരുടെ ഒരു ഭാഷ തന്നെ. എന്തായാലും ഇവർ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. അവരുടെ ആ കല്യാണത്തിൻ്റെ ഒരു ആൽബമൊക്കെ കാണിക്കുമ്പോൾ തന്നെ അറിയാം അവർ ഗോൾഡ് കൊണ്ട് മൂടിയിട്ടാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ചാനലിൽ അവരൊരു ഗിവ് അവേ അല്ലെങ്കിൽ നല്ലൊരു കാര്യം, അതായത് 10 കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, ഇത്രയും വലിയ യൂട്യൂബറാണ്, ഒരുപാട് വരുമാനമുണ്ട്. അവർ ഈ കണ്ണടച്ച് പ്രൊമോഷൻ ചെയ്യും. അവരെന്തൊക്കെയായാലും അവർ ഈ കൊളാബ് ഒരു 5-6 പ്രോഡക്റ്റ് അവർ വാങ്ങും. ചുരിദാറായാലും അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയാലും ലിപ്സ്റ്റിക് ആയാലും നെയിൽ പോളിഷ് ആയാലും ഇങ്ങനെ കൊളാബ് ചെയ്ത് കുളമായൊരു സ്ത്രീയാണ്. എന്തായാലും അവരുടെ മുഖം ഈടായിട്ട് ഡള്ളായിപ്പോൾ അവരോട് സബ്സ്ക്രൈബേഴ്സ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. കുറേ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരൊരു ഷോർട്ടിലൂടെ മറുപടി പറയുന്നു. അവർക്കൊരു സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടായി, സ്കിന്നിൽ ചില പാടുകളുണ്ടായി. അവർ സ്വാഭാവികമായിട്ട് നമ്മളുടെ പോലെ ഒരു സാധാരണ ഡെർമറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല കാണിച്ചത്. അവർ നേരെ ചെന്നിട്ട് ഇതിൻ്റെ സ്പെഷ്യലൈസർ ആയിട്ടുള്ള കോസ്മെറ്റോളജിക്കൽ സെൻറ്ററില്ലേ, വലിയ രീതിയിൽ ട്രീറ്റ്മെൻറ്റിൽ ലേസർ ചികിത്സ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഹൈ ക്ലാസ് ആളുകൾ മാത്രം പോകുന്ന ഒരു സിറ്റിങ്ങിന് അത്ര രൂപ വരുന്ന വലിയൊരു പ്രശസ്തമായിട്ടുള്ള സെൻറ്ററിൽ പോയി. ഈ സെൻറ്ററിൽ പോയി അവർക്ക് വേണ്ട രീതിയിൽ ചികിത്സ പോകെ അവർക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണെന്ന്. അവരുടെ ഒരു വേർഷനാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത്. അവർ പറയുന്നുണ്ട് ഇത് നമുക്ക് പ്രശ്നമായി തോന്നി, പാടുകളൊന്നും പോകുന്നില്ല. അപ്പോൾ അവർ പകുതിക്ക് വെച്ച് ആ ചികിത്സ നിർത്തി അവരോട് അവരുടെ ഫയലിൻ്റെ ഹാർഡ് കോപ്പി ചോദിക്കുന്നു. അപ്പോൾ അവർ കൊടുക്കുന്നില്ല. ഇതിലവർ പ്രകോപിതയാവുന്നു, ഭർത്താവുമായിട്ട് ചെല്ലുന്നു. വീണ്ടും ഭർത്താവിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ട് അവർ വീണ്ടും നിയമപരമായിട്ട് പോകുന്നൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴും അവർ കംപ്ലീറ്റ് ഫയൽ കൊടുക്കുന്നില്ല. പിന്നെ ബില്ല് പകുതിയായിട്ടാണ് തരുന്നത്. ഇവർ കൊടുത്തതിൻ്റെ പകുതി പൈസ കാണിച്ചിട്ടാണ് അവർ ബില്ല് തരുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കംപ്ലൈൻറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള ആളുകൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ, ഇവർ പറയുന്ന ഏകദേശം കാര്യം വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ്മെറ്റോളജിക്കൽ സെൻറ്ററിലാണ് ഇവർ പോയിട്ടുള്ളത്. ഇവർ അതിന് ആധികാരികതയില്ല, അവിടുത്തെ ഡോക്ടർമാർ ഫേക്കാണെന്ന് പറഞ്ഞു നോക്കുന്നതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊരു 10-16 വർഷത്തെ റെപ്യൂട്ടേഷനുള്ള നല്ല പ്രമുഖ സിനിമ സീരിയൽ നടിമാരൊക്കെ സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു പാട് കണ്ടപ്പോൾ തന്നെ ഇവർ ഏറ്റവും നല്ലത് ഇതിൽ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഡോക്ടറുടെ, അതായത് ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റ് കേന്ദ്രം നടത്തുന്ന ഡോക്ടറുടെ ആരാധികയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത്ര അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഇവർ ആദ്യത്തെ സിറ്റിങ്ങിലൊക്കെ കാര്യങ്ങൾ ചെയ്തു. 2-3 സിറ്റിങ് കഴിഞ്ഞപ്പോൾ ഇവർ കൊളാബ് ആവശ്യപ്പെട്ടു അവരോട്. അതായത് ഇവരുടെ ചികിത്സ ഫ്രീ ആവുക, ഈ ഓരോ പ്രാവശ്യം സിറ്റിംഗ് ചെല്ലുമ്പോഴും ഇവർ കൊളാബായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് നല്ല സെൻറ്ററാണ്, ഇവിടെ ഇങ്ങനെയാണ്, എൻ്റെ മുഖത്തെ ഇന്നത് മാറി, ഇങ്ങനെയാണ്, ആദ്യത്തെ സിറ്റിംഗ് ഇങ്ങനെയായിരുന്നു, രണ്ടാമത്തെ സിറ്റിംഗ് ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കൊളാബ് ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നു. അവർ ഓൾറെഡി ഒരു റെപ്യൂട്ടഡ് സെൻറ്റർ ആയതുകൊണ്ട് തന്നെ അവർ ഈ കൊളാബിന് നിന്ന് കൊടുക്കുന്നില്ല. അവർ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രമുഖ ലേഡി സൂപ്പർ സ്റ്റാർ വരെ അവിടെ ചെന്ന് സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അവരതൊരിക്കലും അവരെ വെച്ചിട്ട് കൊളാബ് ചെയ്യാനോ ഇതിനൊന്നും മുതിരാത്ത ഹോസ്പിറ്റലായതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും അവരിവരോട് നിസ്സഹകരണം പറഞ്ഞു. കൊളാബൊന്നും ഞങ്ങൾ ചെയ്യാനില്ല എന്ന്. അപ്പോൾ ഇത്രയും വലിയ പേയ്മെൻറ്റ് കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ കല്യാണിക്ക് സ്വാഭാവികമായിട്ട് വിറ വന്നു. ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു പഠനോപകരണം പോലും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അവരവരുടേതായിട്ടുള്ളൊരു സെൽഫിഷ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിലാണ്. അവരുടെ മകൻ, അവരുടെ ഭർത്താവ്, അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ, അവരുടെ വീട്ടുകാർ, അവർക്ക് വേണ്ടി അവർ ചില സമയത്ത് ഇങ്ങനെ വികാരാതീതയായിട്ട് പൊട്ടിക്കരയിലൊക്കെ നമ്മൾ ചില വീഡിയോകളിൽ കാണാറുണ്ട്. മറ്റുള്ളവരോടൊരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു യൂട്യൂബറാണെന്ന് എനിക്ക് പലപ്പോഴും അവരെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇവർ കൊളാബ് ആവശ്യപ്പെട്ടു, അവർ നിരോധിച്ചതോടുകൂടി ഇവരുടെ ഭാവം മാറി. ആ സമയത്ത് തന്നെ ഇവർക്ക് വേറൊരു സെൻറ്റർ കൊളാബ് വാഗ്ദാനം ചെയ്ത് നല്ല ട്രീറ്റ്മെൻറ്റ് തരാം, ഫ്രീ ട്രീറ്റ്മെൻറ്റ്, അതായത് ഇവർ കൊളാബ് ചെയ്താൽ മതി, ഫ്രീ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവരുടെ സെൻറ്റർ ഫേമസ് ആവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇവരോട് ഇവിടുത്തെ ഫയൽ ആവശ്യപ്പെടുന്നു ആ സെൻറ്ററുകാർ. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ഫയൽ ചോദിക്കുന്നു, അതിൻ്റെ ഹാർഡ് കോപ്പി തന്നെ വേണം. ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾക്ക് ഫയലിൻ്റെ ഹാർഡ് കോപ്പി കിട്ടാറ്? ഒരിക്കലും കിട്ടാറില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഫയൽ ഏത് ഹോസ്പിറ്റലിലും അത് അവരുടെ പ്രൈവസി ആയിട്ട് അവർ ഓരോ രോഗിയെ പറ്റിയിട്ടുള്ളത് സൂക്ഷിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. എന്തായാലും ഇവരവിടെ ചെന്ന് എൻ്റെ ഭർത്താവ് പോലീസാണ് എന്നുള്ള രീതിയിലൊക്കെ
ഗുണ്ടായുസം കാണിച്ചു. യഥാർത്ഥത്തിൽ ഇയാൾ പോലീസല്ല, എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ തെറ്റ് പറ്റിയതാണ്, അയാളൊരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. പക്ഷേ ഇവരെപ്പോഴും ഈ പോലീസ് ക്യാമ്പിൽ പോയി പുസ്തകം ഫ്രീ ആയിട്ട് അവർക്ക് പകുതി വിലയ്ക്കൊക്കെ അങ്ങനെ കിട്ടില്ല. അപ്പം മകൻ്റെ സ്കൂൾ ടൈമിലൊക്കെ അവർ അവിടെ പോയിട്ടാണ് പുസ്തകവും പഠനോപകരണങ്ങളൊക്കെ എടുക്കുന്നത് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവരങ്ങനെയാണ് നമ്മൾക്ക് പ്രസൻറ്റും ചെയ്തിട്ടുള്ളത്. സീച്ചേട്ടൻ പോലീസ് വണ്ടിയിൽ, സീച്ചേട്ടൻ പോലീസ്, സീച്ചേട്ടൻ പോലീസ്, സീച്ചൂട്ട എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയണുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇവരൊരു പോലീസാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അയാളൊരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. പക്ഷേ ഇവർ ആ സെൻറ്ററിൽ വന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി, ഇവരും ഹസ്ബൻഡും കൂടിയിട്ട് ഞങ്ങൾ പോലീസാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ ആ സെൻറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ജെനുവിനായിട്ട് കാര്യങ്ങൾ നടത്തി തുടങ്ങിയിട്ട് 10-16 വർഷമായി. അവർക്കൊരു കൊളാബ് ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഇയാൾ പോലീസാണെങ്കിലും തെറ്റ് ചെയ്യാത്തിടത്തോളം അവർ ക്ലിയറാണ്. അവർ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവരും നിയമപരമായ നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഒരു യൂട്യൂബർ ഒരു മിനിമം താൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒരു ഇത്തിരി ജെനുവിനിറ്റി, അവർ ചെയ്യുന്ന ഈ ക്രീമുകളും ഇതൊക്കെ ഒരുപാട് വാരി തേച്ചിട്ട് ഇവർ പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി അയിലസാന്ന് പറഞ്ഞ് ഇവർ വാങ്ങുന്ന ആ പൈസയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു റിട്ടേൺ ആണ്, അവർക്ക് ഒരു തിരിച്ചടിയാണ്. കാരണം അവർക്കിപ്പോൾ ആ കോസ്മെറ്റോളജി സെൻറ്ററിൽ പോയിട്ട് ഒരുപാട് പൈസ പോയി, അതിനുള്ളൊരു ഇതുണ്ടായില്ല, ഗുണം ഉണ്ടായില്ല. പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ മൊത്തം നാണക്കേടായി. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഇവർ ചെയ്തതൊക്കെ ആ സെൻറ്ററിലുള്ള ഡോക്ടേഴ്സും ആ ജീവനക്കാരും ഒക്കെ ഫോണിലൂടെ പറയുന്ന ഒരുപാട് രേഖകൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ചെയ്ത കാര്യം ഇവർ സബ്സ്ക്രൈബേഴ്സിനോട് വീണ്ടും ഇതൊക്കെ മറച്ചു വെച്ചിട്ട് നല്ല പിള്ള ചമയാനായിട്ട് അയ്യോ അവർ ഫേക്കാണ്, അവിടെ BDS കഴിഞ്ഞവരൊക്കെയാണ് സ്കിൻ സ്പെഷ്യലിസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇന്നാൾ അവരുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ വിചാരിക്കും ചെയ്തു, BDS ഒക്കെ കഴിഞ്ഞവർ വെറും ഒരു ഡെർമറ്റോളജി 3 മാസത്തെ ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവരവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആ സെൻറ്ററിനെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാനോ ഡീഗ്രേഡ് ചെയ്യാമോ അതിൻ്റെ മാക്സിമം അവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴും അവർ നല്ല പിള്ളയായിട്ട് ചമഞ്ഞ് ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ദയവായിട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് പേഴ്സണെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ആ യൂട്യൂബർ എന്നുള്ള നിലയിൽ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു അംഗീകാരം, ആ ഒരു സ്നേഹം ഈ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ ഗതി തന്നെയാണ്. കാരണം ഫാമിലി ബ്ലോഗേഴ്സിനെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, അവരിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കും. അവർ പച്ചവെള്ളം കുടിച്ചിട്ടാണ് തടി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ഇവർ ഒരുപാട് വെള്ളം കുടിക്കാൻ തുടങ്ങും. കല്യാണിയുടെ സ്കിൻ എന്ന് പറയുന്നത് ഡാർക്കായിരുന്നു. ഇതൊരിക്കലും ബോഡി ഷെയ്മിങ് അല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഡാർക്ക് സ്കിന്നുള്ള കല്യാണിയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ വെളുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർ മുമ്പത്തെ അവർ വിവാദത്തിൽ പെടുത്തിയ ആ സെൻറ്ററിലെ ഡോക്ടർ അവരുടെ ആ ക്രീം നോക്കിയിട്ട് പറഞ്ഞു ഇത് സ്റ്റിറോയിഡ് അടങ്ങിയതാണ്, ഇതിൻ്റെയാണ് നിങ്ങളുടെ പാർശ്വഫലമായിട്ട് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ബ്ലാക്ക് മാർക്ക്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത പുള്ളികൾ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ആ ഡോക്ടർ ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കാര്യം നോക്കുമല്ലേ, അവനവൻ്റെ നാച്ചുറലായിട്ടുള്ള സ്കിന്ന് കീപ്പ് ചെയ്യാതെ അത് കൂടുതൽ വെളുപ്പിക്കാനായിട്ട് ഒരു പക്ഷേ ഗ്ലൂട്ടോതയോണിൻ്റെ ഏതെങ്കിലും വകഭേദങ്ങൾ കൂടുതൽ കെമിക്കൽ അത് ഇവരുടെ സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം. ആ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമൊക്കെ നമ്മൾ മുഖത്ത് വാരി തേക്കുമ്പോൾ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ ഒരു സാധനം എന്തുമാത്രം നമ്മുടെ ബോഡിയുടെ ആ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യും, അത് ഉള്ളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നൊന്നും അറിയാതെ ഇങ്ങനെ മറ്റുള്ളവരെ തേച്ച് പറ്റിക്കുന്ന പോലെ അവനവനും കിട്ടിയ ഒരു പണി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒരാൾക്ക് പണി കിട്ടുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് ഒരിക്കലും ജനുവിനല്ല, പക്ഷേ ആത്മാർത്ഥത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത എന്നാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവരെ അന്ധമായിട്ട് സ്നേഹിക്കുന്നത് കണ്ടിട്ട് ആ സബ്സ്ക്രൈബേഴ്സിനോട് അവർക്കൊരു ജെനുവിനിറ്റി ഇല്ല. അവർ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരിങ്ങനെയുള്ള ഒരു മനസ്സാക്ഷി ഇല്ലാത്ത പ്രവൃത്തി ചെയ്യില്ല. ഈ ഒരു കൊളാബൊക്കെ സ്റ്റോപ്പ് ചെയ്താലും അവരുടെ ആ ഒരു ഷോർട്ട്, അവരുടെ ഒരു പാചകം, അവരുടെ കുട്ടി ഭർത്താവ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ കൊളാബ് ചെയ്ത് ഈ പാവം പിടിച്ചവർ കല്യാണി തേച്ചിട്ടുണ്ടെന്നെ ഞാനും തേക്കും എന്ന് പറയിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം കുറച്ച് വൈകിട്ടായാലും നമ്മളെ തേടി എത്തും എന്നുള്ളതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.